കോഴിക്കോട് 7 വയസ്സുകാരി അതിഥി കൊലപാതക കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ദീപിക, അന്തർജനം എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഉമേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിധിയുടെ വിശദാംശങ്ങൾ? ഡിവിഷൻ ബെഞ്ചാണ്, ജസ്റ്റിസ് രാജവിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ പ്രതികൾക്ക് 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2013 ഏപ്രിൽ 29-നാണ് 7 വയസ്സുകാരിയായ അതിഥി കൊല്ലപ്പെടുന്നത്. ഈ അതിഥിയെ കൊലപ്പെടുത്തിയത് പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി തന്നെയാണ്. പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് ദാരുണമായ കൊലപാതകം ഉണ്ടായത്. ഒപ്പം കൂട്ടുപ്രതിയായ ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ 2ാം ഭാര്യ റംല ബീഗം ആണ് ഒപ്പം പ്രതിയായി ഉണ്ടായിരുന്നത്. ഈ 2 പേർക്കെതിരെയും നേരത്തെ കോഴിക്കോട് വിചാരണ കോടതി ഇവർക്ക് കൊലക്കുറ്റം ചുമത്തിയിരുന്നില്ല. ഇവർക്ക് മുറിവേൽപ്പിച്ചതിനും ക്രൂരമായി മർദ്ദിച്ചതിനും ഒക്കെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അന്ന് കോടതി, അത് കണക്കിലെടുത്താണ് കോടതി അന്ന് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. 1ാം പ്രതിക്ക് 3 വർഷവും 2ാം പ്രതിക്ക് 2 വർഷവുമായിരുന്നു അന്ന് തടവ് വിധിച്ചത്. ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു. ഈ അപ്പീലിൽ വിശദമായി വാദം കേട്ട ഹൈക്കോടതി പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിൽക്കും എന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ 2 പ്രതികളെയും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയ ശേഷമാണ് ഇപ്പോൾ പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 പേർക്കും ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രോസിക്യൂഷന്റെയും പ്രതികൾക്ക് പറയാനുള്ളതും 2 പേരുടെയും വാദം കോടതി കേൾക്കുകയുണ്ടായി. പ്രോസിക്യൂഷൻ ഈ ക്രൂരമായ കൊലപാതകമാണ് ഉണ്ടായത്, അതുകൊണ്ട് പ്രതികൾക്ക് 2 പേർക്കും വധശിക്ഷ തന്നെ വിധിക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ വധശിക്ഷയ്ക്ക് പര്യാപ്തമായ കുറ്റം പ്രതികൾ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഈ വാദം കൂടി കേട്ട ശേഷമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം പിഴ ശിക്ഷയടക്കം ഉണ്ട്. അത് വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നവർക്ക് എന്തൊക്കെയാണ് പിഴ, എത്ര തുകയാണെന്നുള്ളത് സംബന്ധിച്ച വ്യക്തത ഉണ്ടാകും. ഏതായാലും ജീവപര്യന്തം അതാണ് ഇപ്പോൾ 2 പ്രതികൾക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നത്.